ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോഴിക്കട്ടയാണ്. വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും ശ്രീലങ്കയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായോ അല്ലെങ്കിൽ മോർണിംഗിൽ തന്നെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നോക്കാം. ഐ എം ലെക്സി ജെയ്സൺ. വെൽക്കം ടു ഫ്രഷ് ലൈഫ്. ആദ്യം കോഴിക്കോട്ട ഉണ്ടാക്കാനുള്ള അരിപ്പൊടി നമുക്ക് കുഴിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാനിൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ 1/4 കപ്പ് ഉപ്പ് പൊടി ഈ സമയം നമുക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിക്കാം. നെയ്യുടെ രുചി നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്താലും മതി. അരിപ്പൊടി കുഴിച്ചെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഈ സമയം നമ്മളിങ്ങനെ നെയ്യോ വെളിച്ചെണ്ണയോ ഒക്കെ ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ നല്ലപോലെ തിളച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അരിപ്പൊടി കുഴച്ചെടുക്കാനായിട്ട് അല്പം വലിയൊരു പാത്രം തന്നെ എടുക്കാം. അതിലേക്ക് ഇടിയപ്പത്തിനോ അപ്പത്തിനോ ഒക്കെ ഉപയോഗിക്കുന്ന വളരെ നൈസായിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് എടുക്കേണ്ടത് കേട്ടോ. അത് 2 കപ്പ് അരിപ്പൊടിയാണ് ഈ സമയം ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ അരിപ്പൊടിയിലേക്ക് നല്ലതുപോലെ തിളച്ചിരിക്കുന്ന വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ആ സമയം തന്നെ നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ഇതിനെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്, അല്പാൽപമായിട്ട് വേണം നമുക്ക് ഈ സമയം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അതോടൊപ്പം തന്നെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കിതിങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. നല്ല തിളച്ച വെള്ളം കൊണ്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചൂടൽപ്പം കുറയുമ്പോൾ നമുക്ക് കൈ ഉപയോഗിച്ച് ഇതിനെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം. ഈ ഡവ് നമുക്ക് അല്പനേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. ഫില്ലിംഗ് റെഡിയാക്കുന്നതിന് 1.5 കപ്പ് ശർക്കരയാട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഓർഗാനിക് ശർക്കരപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഉരുക്കി കിട്ടും. അതിലൊട്ടും കരടില്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾ സാധാരണ ശർക്കരയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ശർക്കര അല്പം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. അതൊന്ന് കുറുതായി വരുമ്പോഴത്തേക്കും അതിലെ കരടൊക്കെ അരിച്ചു മാറ്റിയതിന് ശേഷം വേണം നാളികേരമിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇവിടെ ഞാനിപ്പോൾ ഈ ഒരു ശർക്കരയിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു നല്ലതുപോലെ ഉരുക്കി വന്നപ്പോഴത്തേക്കും 1 കപ്പ് നാളികേരം അത് ഈ സമയം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനൊരു വലിയ നാളികേരം തന്നെ ചുരുക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ നല്ലതുപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചുക്കുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. 1 ടീസ്പൂൺ നല്ല ജീരകം ചതച്ചെടുത്തത് കൂടി ഈ സമയം ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇത്രയും ചെയ്താൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും അതുപോലെ തന്നെ ജീരകം ചതച്ചെടുത്ത് കൂടി ചേർത്താൽ നല്ലൊരു ഫ്ലേവറാണ്. ചിലർക്ക് ചുക്കുപൊടി മാത്രം ഉപയോഗിക്കുന്നതാണ് ഇഷ്ടം, ചിലർക്ക് ഏലക്കാപ്പൊടി മാത്രമേ ഉപയോഗിക്കൂ. എങ്ങനെ വേണമെങ്കിലും ഓക്കെയാണ്. പക്ഷേ 3ഉം നല്ല ഫ്ലേവറാണ്. 3ഉം കൂടെ ഒരുമിച്ചിട്ടാലും വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ കുഴിച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് അല്പാൽപമായിട്ട് എടുത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റി വയ്ക്കാം. ഇനി ഇതിൽ നിന്നും ഓരോന്നെടുത്ത് നമ്മുടെ വിരലുപയോഗിച്ച് ഇതിൻ്റെ നടുവിൽ ഒരു കുഴി ഉണ്ടാക്കാം. ഇതുപോലെ കുഴിച്ചെടുത്ത് അതിലേക്ക് നമുക്ക് ഫില്ലിംഗ് നിറച്ച് വയ്ക്കാം. ചിലർക്ക് നല്ല കനം കുറഞ്ഞ് നല്ല ഉള്ളിത്തുണ്ട് കനത്തിലുള്ള കോഴിക്കട്ടയാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് ഈ ഉരുളയുടെ നടുവിലേക്ക് ഒരു കുഴി ഉണ്ടാക്കിയതിന് ശേഷം ഇങ്ങനെ കൈ ഉപയോഗിച്ച് അതിനൊന്ന് ചുറ്റി എടുത്തു കഴിഞ്ഞാൽ നല്ല കനം കുറഞ്ഞ രീതിയിൽ നമുക്ക് ഈ മാവിനെ നല്ല വലുപ്പത്തിൽ നല്ല വട്ടത്തിലാക്കി എടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഇതിനുള്ളിലേക്ക് ഫില്ലിംഗ് നിറച്ച് ഇത് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് നല്ല ഭംഗിയാക്കാനായിട്ട് നമ്മുടെ കൈയുടെ ഉള്ളിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ നല്ല റൗണ്ട് ഷേപ്പിലുള്ള കോഴിക്കോട്ട തയ്യാറാക്കാം. ഞാനിവിടെ അല്പം നാളികേരപ്പാൽ നമ്മുടെ കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളിതിനെ റോസ്റ്റ് ചെയ്യാനെടുക്കുന്ന ആ നാളികേരത്തിൽ നിന്ന് തന്നെ അല്പം ഒന്ന് സ്ക്വീസ് ചെയ്തെടുത്താൽ മതി. ആ ഒരു അല്പം നാളികേരപ്പാൽ നമ്മുടെ കയ്യിലൊന്ന് തൊട്ട് ഇത് ഓരോന്നും കുഴച്ചെടുക്കുമ്പോൾ അത് യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നല്ലതുപോലെ ഇതിനെ ഷേപ്പ് ചെയ്തെടുക്കാനും പറ്റും. നല്ലൊരു ഫ്ലേവറും കൂടിയാണ് ഇതിന്. എല്ലാം ഇങ്ങനെ ഫില്ല് ചെയ്ത് ഉരുളകളാക്കി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിലോ അതല്ലെങ്കിൽ ഒരു സ്റ്റീമറിലോ വെച്ചിട്ട് അതായി കാണുന്ന പോലെ നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് ഇതെല്ലാം ഒന്ന് ആവിയേറ്റിയെടുക്കാം. ഒരു 8 മുതൽ 10 മിനിറ്റ് വരെയൊക്കെ നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇത്രയും ചെയ്താൽ വളരെ സൂപ്പറായിട്ടുള്ള നമ്മുടെ കോഴിക്കട്ട റെഡിയായി. വിശേഷാവസരങ്ങളിൽ മാത്രമല്ല, നമുക്കൊരു ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ മോർണിംഗിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ കോഴിക്കട്ട. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ വളരെ ടേസ്റ്റോടുകൂടി കൊടുക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്